പോയപ്പോ ഒരു കാര്യം പറയാൻ മറന്നു. കുറച്ച് മണ്ണെണ്ണ വേണം. എന്തിനാ ആത്മഹത്യ ചെയ്യാൻ പോകണോ? ഞാൻ ഇപ്പൊ വാങ്ങിച്ചോട്ടെ. അതല്ലെന്ന് അമ്മയ്ക്കാ. തള്ളെ തട്ടാനോ? ഞാൻ ഉടനെ വാങ്ങിച്ചോണ്ടിരാ. അതല്ലെന്ന് അമ്മയ്ക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണം. ഗ്യാസ് ഉപയോഗിച്ചാൽ മുതലാവത്തില്ല. അതുകൊണ്ടാ. എന്റെ ഈശ്വര, കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു ഞണ്ണി കുളമാക്കിയിട്ട് പോയതല്ലേ തള്ളയും മോനും. പിന്നെ എന്തിനാ ഉടനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അയ്യോ പറഞ്ഞു നാക്ക് മൗത്തിലോട്ടിട്ടില്ല. ദേ വരുന്നു തീറ്റിപ്പണ്ടാരങ്ങൾ. ഇതെല്ലാം വെട്ടി എറിഞ്ഞ് മുമ്പിലോട്ടിട്ടുള്ളൂ. ബാഷ കേറ്റട്ടെ. അമ്മച്ചി അവിടെ വേണ്ട കേട്ടോ, മർമ്മമാണ്. അളിയനോ? അളിയപ്പോ ജാമ്യത്തിൽ ഇറങ്ങി. അതൊക്കെ അവിടെ നിക്കട്ടെ. നിന്റെ കേമത്തം കൊണ്ടാണ് എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തന്നെന്ന് തോന്നുന്നുണ്ടോ? ആ കുരിശിനെ ചുമക്കാൻ മറ്റാരെയും കിട്ടില്ല എന്നറിഞ്ഞപ്പോ എന്റെ പെടലിൽ കെട്ടിവെച്ചു. എവിടുന്നൊക്കെ അന്വേഷണം വന്നതാ? പൊന്നും പണവും തരണ്ടാന്ന് വെച്ചാ ഞങ്ങളുടെ കുടുംബക്കാരന് തന്നെ കെട്ടിച്ചു തന്നത്. ഈറ പരട്ട തള്ള. കുടുംബക്കാരന് ഇപ്പൊ കുതിരക്കാരനായി. അച്ഛനുള്ളപ്പോ പറമ്പിൽ പോലും കയറ്റത്തില്ലായിരുന്നു. ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തേങ്ങ മൂട്ടിച്ചതിന് എന്റെ അച്ഛൻ തന്നെ മുതുക്കിൽ കെട്ടിയിട്ട് തല്ലിയത് മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാടാ തേങ്ങ തലയാണ് നിന്റെ അപ്പൻ ചത്തത് തെണ്ടി. എന്റെ ചേച്ചീന് കണ്ണീര് കുടിപ്പിച്ച ചേച്ചി ഞാൻ വിധവയാക്കാനും മടിക്കില്ല. കരടി കനകാമ്പന്റെ മോനാ ഞാൻ, പറഞ്ഞേക്കാം. കരടി വീട്ടിൽ വന്നോ അതോ അമ്മ കാട്ടിപ്പോയോ? എന്താ തുറിച്ചു നോക്കുന്നത്? ഒരു കൊച്ചു വിച്ചാത്തിയും അരമണിക്കൂർ പവർ കട്ടും അത്ര മാത്രം മതി എനിക്ക് തന്റെ കഥ കഴിക്കാൻ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. ആന മയക്കിയെ പേടിക്കണം, ആന മൂത്രത്തെ പേടിക്കണം. ഈ ഗോവിന്ദൻ ആരാണെന്ന് ഇന്ന് രാത്രി പവർ കട്ടില്ലാതെ തന്നെ നീ അറിയും.